Good morning students. Today we are going to talking about vouching and objective of vouching and importance of vouching in audit. Firstly, what is vouching? Vouching is the backbone of auditing. It is also the essence of auditing because it is testing the truth of items in the books of original entry. The auditor should verify the financial data and non-financial data. The auditor has to satisfy himself that the transaction pertains to the business, it is properly authorized, that it pertains to the period under the audit. Vouching is a technical term and it refers to the inspection of documentary evidence supporting and substantiating a transaction by an auditor, and it is the essence of audit. എന്താണ് ഒരു ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ്റെ ട്രൂത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഡോക്യുമെൻ്ററി എവിഡൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചേഴ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് vouching എന്ന് പറയുന്നത്. Vouching is the essence of auditing and it is considered as the backbone of auditing. The success of an audit depends on the thoroughness with which vouching is done. എത്ര കറക്റ്റായിട്ടാണ് വൗച്ചിങ് നടത്തുന്നത്, അതിൻ്റെ ആ ഒരു തറോനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെന്യൂനെസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഓഡിറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് വൗച്ചിങ് നടത്തി കഴിഞ്ഞാൽ ഓഡിറ്റിങ്ങിൽ എന്ത് വരില്ല, ഒരു തെറ്റും വരില്ല എന്നുള്ളതാണ്. വൗച്ചിങ് ഈസ് ദ എസൻസ് ഓർ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് ബിക്കോസ് വെൻ പെർഫോമിംഗ് ആൻ ഓഡിറ്റർ മസ്റ്റ് ഹാവ് പ്രൂഫ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ്. അതായത് ഒരു ഓഡിറ്റിംഗ് നടത്തുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനുള്ള പ്രൂഫ് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വൗച്ചിങ്ങിന് നമ്മൾ ഓഡിറ്റിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെസ്റ്റിംഗ് ദി ട്രൂത്ത് ഓഫ് ഐറ്റം ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ബൈ ഇൻസ്പെക്ടിങ് ഡോക്യുമെൻ്ററി എവിഡൻസ്. Okay, then definition of vouching. Vouching is defined as the verification of entries in the books of account by examination of documentary evidence or vouchers such as invoice, debit or credit notes, statements, receipts, etc. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസ്, ഡോക്യുമെൻ്ററി എവിഡൻസ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്? ഇൻവോയ്സസ് ആയിരിക്കാം, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട്സ് ആയിരിക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, റെസീപ്റ്റ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള ഏത് ബില്ലുകളും വൗച്ചേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ആ വൗച്ചേഴ്സ് വെരിഫൈ ചെയ്തുകൊണ്ട് എക്സാമിൻ ചെയ്തുകൊണ്ട് ആ എൻട്രീസ് വെരിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. Another definition is vouching is a procedure followed in the auditing process to authorize the credibility of the entries entered in the books of accounts. In simple and easier words, it can be understood as an investigation by an auditor of the documents presented by the firm to check the correctness of such document. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ആ ഒരു എൻട്രീസിൻ്റെ ക്രെഡിബിലിറ്റി ടെസ്റ്റ് ചെയ്യുക. ദെൻ ആ ഒരു ഓഡിറ്റർ അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. ദർ ആർ സോ മെനി ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. ദർ ആർ first one, to ensure that all the transaction took place during the financial year for the business only, not for personal use, appropriately recorded in the books of accounts with true and fair evidence. ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷൻസ് പെർടെയിൻ ടു ദ ബിസിനസ് ഓൺലി. അവിടെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഉള്ളതായിരിക്കണം.
ദെൻ ഇറ്റ് പെർട്ടേൺസ് ടു ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഏത് ഇയറിലാണോ ഓഡിറ്റ് നടന്നത് ആ ഇയറിലെ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും നമ്മളതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എൻ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ദെൻ അതേപോലെ തന്നെ അതിന് ആ എൻ്റർ ചെയ്തിരിക്കുന്ന ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും എന്തായിരിക്കണം, ട്രൂ ആൻഡ് ഫെയർ എവിഡൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ്, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്, ആ ഇയറിലെ ആ ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷനാണ്. അതേപോലെ തന്നെ ആ ഒരു ട്രാൻസാക്ഷനെല്ലാം ട്രൂ ആൻഡ് ഫെയർ എവിഡൻസ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുകയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. The second one is to check the accuracy of totaling and carry forwarding amount recorded in the books and accounts. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ടോട്ടൽ ചെയ്തിരിക്കുന്നതും നമുക്കറിയാം, അത് ഒരു ലെഡ്ജറിൽ അടുത്ത ലെഡ്ജറിലേക്ക് എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. ആ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യുക. ദെൻ ടു എൻഷുർ ദാറ്റ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ ബിസിനസ് ഹൗ വെരിഫൈഡ് ഹിസ് റെക്കോർഡ്സ് ഓർ നോട്ട്. ആ ഒരു ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് ആരാണ് വെരിഫൈ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആ വ്യക്തി അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ദെൻ ടു മേക്ക് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഫ്രീ ഫ്രം മാൽ പ്രാക്ടീസസ്. ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ മാൽ പ്രാക്ടീസസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് എൻഷുർ ചെയ്യുക. ദെൻ ടു മേക്ക് ഷുവർ ദാറ്റ് ലോ ഹാസ് ബീൻ ഫോളോഡ് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആയിക്കോട്ടെ, ഏത് ബിസിനസ്സിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് ലോ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ദെൻ ഇതൊക്കെയാണ് ആ ഒരു വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൗച്ചർ. എന്താണ് വൗച്ചർ? വൗച്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൗച്ചർ എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻസ്പെക്ട് ചെയ്യുന്ന, വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് ആസ് കൗണ്ടർ ഫോയിൽ, ക്യാഷ് മെമ്മോ, റെസിപ്റ്റ്, പേ ആൻഡ് സ്ലിപ്പ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ഡിഫൈൻഡ് ആസ് വൗച്ചർ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. ദ ട്രാൻസാക്ഷൻ സപ്പോസ്ഡ് ടു ബി റെക്കോർഡഡ് ഓൺലി ഇഫ് ദ എവിഡൻസ് ഈസ് അവൈലബിൾ. അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ ഓഫ് വൗച്ചർ ഈസ് ഇൻവോയ്സ് ബിൽ, കൊട്ടേഷൻ ബിൽ, പർച്ചേസ് ഓർഡർ, റിക്വസിഷൻ സ്ലിപ്പ്, എൻട്രി ഗേറ്റ് പാസ്, എക്സെട്ര എക്സെട്ര. ദെൻ ഇതിങ്ങനെയുള്ള ആ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് വൗച്ചർ. ഇൻ ജനറൽ വൗച്ചേഴ്സ് ആർ മേജർലി ഡിവൈഡഡ് ഇൻ ടു ടു. ദേ ആർ പ്രൈമറി വൗച്ചർ ആൻഡ് സെക്കൻഡറി ഓർ കൊളാറ്ററൽ വൗച്ചേഴ്സ്. ഫസ്റ്റ് വൺ, പ്രൈമറി വൗച്ചേഴ്സ്. Primary vouchers are written or printed or typed evidence in original. അതായത് the bills or documents that are available in the original copy are known as primary vouchers. ഒരു ബില്ലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പേ സ്ലിപ്പിൻ്റെ, ഇൻവോയ്സിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ട് ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട്, അതിൻ്റെ ഒറിജിനൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. The second one is collateral vouchers or secondary vouchers. When original voucher is not available, copy of the original evidence are produced. In support or subsidiary evidence are also produced for the purpose of audit so as to remove suspicion or to satisfy the auditor. Such vouchers are known as collateral or secondary vouchers. അതായത് നമ്മുടെ അടുത്ത് ഒറിജിനൽ ഇല്ല, അതിൻ്റെ കോപ്പി ഉള്ളെങ്കിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് നമ്മൾ എന്ന് പറയുന്നത് കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുന്നത്. ഒറിജിനൽ വൗച്ചർ നമ്മുടെ അടുത്തില്ല, പക്ഷേ ആ ഒറിജിനലിൻ്റെ കോപ്പി ഉണ്ട്. ആ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സിലെ എൻട്രീസിൻ്റെ ജെന്യൂനിസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജെന്യൂനിസ് പ്രൂവ് ചെയ്യുന്നതിന് ഒറിജിനൽ വൗച്ചറിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു കോപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്കൻഡറി വൗച്ചർ ഓർ കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കാർബൺ കോപ്പി ഓഫ് സെയിൽസ് മെമ്മോ, പിന്നെ ട്രൂ കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻസ്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി ബാങ്ക്, കോപ്പി ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി ബാങ്ക്, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോപ്പിയാണ് നമ്മൾ കൊളാറ്ററൽ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. ദെൻ എസെൻഷ്യൽ ഓഫ് എ വാലിഡ് വൗച്ചർ. ഒരു വാലിഡ് വൗച്ചറിനുണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, അതോറിറ്റി ഓഫ് ദി വൗച്ചർ. വൗച്ചറിന്
ഒരു അതോറിറ്റി, ഒരു പർട്ടിക്കുലർ അതോറിറ്റി ഇഷ്യൂ ചെയ്ത വൗച്ചർ ആയിരിക്കണം. ദെൻ ഒതൻറ്റിസിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷന് എന്തുണ്ടായിരിക്കണം, ഒതൻറ്റിസിറ്റി ഉണ്ടായിരിക്കണം, അതായത് ലീഗൽ സപ്പോർട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കണം. ദെൻ ജെന്യൂനെസ് ഓഫ് ദി വൗച്ചർ, ജെന്യൂൻ ആയിട്ടുള്ള ഒരു വൗച്ചർ ആയിരിക്കണം. ദെൻ ദ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ ടു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ആ വൗച്ചറിൽ തന്നെ അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിരിക്കണം, ക്ലാസിഫൈ ചെയ്തിരിക്കണം. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ടതാണ്, റവന്യൂ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് എന്ത് ചെയ്തിരിക്കണം, ക്ലാസിഫൈ ചെയ്തിരിക്കണം. ദെൻ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദ വൗച്ചർ, വൗച്ചറിൽ ആക്യുറേറ്റ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. ദീസ് ആർ ദി എസെൻഷ്യൽ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് വൗച്ചർ. Then next, while examining the vouchers, the auditor should pay special attention to the certain points. Certain പോയിന്റിൽ എക്സാമിന് നടത്തുമ്പോൾ certain പോയിന്റ് എന്ത് വേണം, സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരുപാട് പോയിന്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ, ഓൾ ദ വൗച്ചേഴ്സ് ആർ കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആൻഡ് അറേഞ്ച്ഡ് സീരിയലി. ഫസ്റ്റ് വൺ പറയേണ്ടത് എല്ലാ വൗച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വൗച്ചേഴ്സും കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആണോ, സീരിയലി അത് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. സെക്കൻഡ് വൺ, ഹീ ഷുഡ് എക്സാമിൻ ദ ഡേറ്റ് ഓഫ് ദ വൗച്ചർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ വൗച്ചേഴ്സ് റിലേറ്റഡ് ദി പീരിയഡ് അണ്ടർ ഓഡിറ്റ്. വൗച്ചറിലെ ഡേറ്റ് കൺസിഡർ ചെയ്യണം, ആ ഡേറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ആ വൗച്ചർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ റിലേറ്റഡ് ആണ് എന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ദെൻ ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിയർ ദ സെയിം നമ്പർ ആസ് ഗീവൺ ഇൻ ദി വൗച്ചർ. വൗച്ചറിൻ്റെ അതേ നമ്പർ തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും എൻറ്റർ ചെയ്തിരിക്കുന്നതെന്ന് എൻഷുർ ചെയ്യണം. ദെൻ ഹീ ഷുഡ് സീ ദ ഇൻഫർമേഷൻ ഇൻ ദ വൗച്ചർ ഈസ് ഫുള്ളി സെൽഫ് എക്സ്പ്ലനേറ്ററി. അതായത് വൗച്ചറിലുള്ള എല്ലാ ഇൻഫർമേഷനും അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒന്നാണെന്ന് എൻഷുർ ചെയ്യണം. ഹി ഷുഡ് സീ ദാറ്റ് ദ വൗച്ചർ ഈസ് റിലേറ്റഡ് ടു ദ ബിസിനസ് ഇൻ ദ നെയിം ഓഫ് ദ ഫേം. ആ ഫേമിൻ്റെ പേരിലുള്ള വൗച്ചർ തന്നെയാണെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ദെൻ ഹി ഷുഡ് ആക്സെപ്റ്റ് എനി ഓഫ് ദോസ് വൗച്ചേഴ്സ് വിച്ച് ആർ പ്രിൻറ്റഡ് ഫോം. പ്രിൻറ്റഡ് ഫോമിലുള്ള ഏത് വൗച്ചറും അദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഹി ഷുഡ് സീ ദാറ്റ് ഈച്ച് വൗച്ചർ ഈസ് ഒറിജിനൽ ആസ് ഇറ്റ് ഫേസ്. അത് അതിൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു ഒറിജിനൽ ആണെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കണം, മനസ്സിലാക്കാൻ സാധിക്കണം. ഹി ഷുഡ് സീ ദാറ്റ് എവറി വൗച്ചർ ഇഫ് ദ റെസിപ്റ്റ് ഫോർ ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ₹5,000 ഇറ്റ് മസ്റ്റ് ബിയർ എ റവന്യൂ സ്റ്റാമ്പ് ഓഫ് ₹1. അല്ലേ, 5000 രൂപയുടെ മുകളിലുള്ള വൗച്ചർ ആണെങ്കിൽ അതിൽ ₹1 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. Then he should see that every voucher is passed as in the order by the responsible officials. എല്ലാ വൗച്ചറും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീഷ്യൽസ് പാസ്സാക്കിയ വൗച്ചർ ആണെന്ന് എൻഷുർ ചെയ്യണം. വൗച്ചർ ഇൻസ്പെക്റ്റഡ് ഷുഡ് ബി ക്യാൻസൽഡ് ബൈ സ്റ്റാമ്പ് സീൽ ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം പ്രൊഡ്യൂസിങ് എഗെയിൻ. അതായത് ഇൻസ്പെക്ട് ചെയ്ത വൗച്ചർ എന്ത് ചെയ്യണം, സ്റ്റാമ്പ് സീൽ കൊണ്ട് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യപ്പെടാം, പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. അതുകൊണ്ട് ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യണം, സ്റ്റാമ്പിങ് നടത്തണം. ദെൻ ഹീ ഷുഡ് സീ ദാറ്റ് എമൗണ്ട് ഓഫ് ദ വൗച്ചർ ഈസ് റിട്ടേൺ ബോത്ത് ഇൻ വേർഡ്സ് ആൻഡ് ഫിഗേഴ്സ്. വൗച്ചറിലെ എമൗണ്ട് വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ദെൻ the auditor should not accept any voucher which has overwriting or erasure. അതായത് മായ്ക്കപ്പെട്ടതോ ഓവർ റൈറ്റിംഗ് ഉള്ളതോ ആയിട്ടുള്ള വൗച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ദ ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് എനി ആൾട്രേഷൻ മെയ്ഡ് ഇൻ എ വൗച്ചർ ഈസ് പ്രോപ്പർലി സൈൻഡ് ബൈ ദ മേക്കർ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ്. ഇനി എന്തെങ്കിലും ഒരു ആൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണോ ആ വൗച്ചർ നൽകിയത് അയാൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നും അത് പാസ്സാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നും ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, എൻഷുർ ചെയ്തിരിക്കണം. ദെൻ ഇഫ് ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ഫോർ എ മിസ്സിംഗ് വൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്ക്രൂട്ടനൈസ്ഡ് ടു അവോയ്ഡ് ഫ്രോഡ്. ഇനിയിപ്പോൾ സെക്കൻഡറി വൗച്ചറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, കോപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സ്ക്രൂട്ടനൈസ് ചെയ്യണം. Then receipted invoice should not be accepted as voucher as there is a danger of double payment. അതായത് റെസിപ്റ്റിൻ്റെ ഇൻവോയ്സസ് വൗച്ചേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ നോട്ട് ഷുഡ് ബി മെയ്ഡ് ഓഫ് എനി ഐറ്റം വിച്ച് റിക്വയേഴ്സ് ഫർദർ ഇൻഫർമേഷൻ ഓർ എവിഡൻസ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം മിനിറ്റ്സ്, കോൺട്രാക്ട്,
lease agreement, partnership deed, etc. അപ്പോൾ ഫർദർ എന്തെങ്കിലും ഇൻഫോർമേഷൻ ആവശ്യമുള്ള ഒരു വൗച്ചർ കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. അതിന് വേണ്ട ഇൻഫോർമേഷൻ പിന്നീട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. Then the voucher pertaining to payment of rent, rate and tax, insurance, etc. The auditor should note the period for which the payment are made. റെൻറ്റ് റേറ്റ് കൊടുത്ത വൗച്ചറൊക്കെ ആണെങ്കിൽ ഏത് പീരിയഡിൽ കൊടുത്തതാണെന്ന് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഓഡിറ്റ് നടത്തുന്നത് ഇയറിൽ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. As far as possible, the auditor should complete vouching work relating to a particular period in one sitting. ഒറ്റ ഇരുത്തത്തിൽ തന്നെ ആ ഒരു പീരിയഡിലെ വൗച്ചിങ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം പറ്റുമെങ്കിൽ. Then the auditor should not take the help of any client staff for vouching the entries. ഉള്ളിലുള്ള ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫിൻ്റെ സഹായം എന്ത് ചെയ്യാതിരിക്കുക, നേടാതിരിക്കുക. Then the auditor should see that the payment and receipt are posted in the ledger as capital and revenue. This is important because errors of principle will affect the profit and loss account and ultimately the balance sheet. അതായത് പേയ്മെൻറ്റ് ആൻഡ് റെസിപ്റ്റ് ലെഡ്ജറിൽ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യും, അൾട്ടിമേറ്റ്ലി ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യും. Then as voucher should constitute a valuable link between the transactions and their entries in the books of accounts, each voucher should be examined by the auditor with great care and caution. ഒരു വൗച്ചറുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ലിങ്ക് എൻട്രീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വളരെ കറക്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്യണം. Then the auditor apply test check for examination of vouchers if he is satisfied with the internal check system in operation. Otherwise detailed checking should be done. എല്ലാ ഓർഗനൈസേഷനും ഇൻറ്റേർണൽ ചെക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു ഇൻറ്റേർണൽ ചെക്കിൽ ഈ ഓഡിറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു ടെസ്റ്റ് വൗച്ചിങ് നടത്തിയാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ചെക്ക് നടത്തേണ്ടതുണ്ട്. These are the important points the auditor should bear in mind while conducting vouching. All these points are given in your textbook. Okay, thank you.